സമ്മതിക്കില്ലെന്ന് അറിയാമായിരുന്നെങ്കിലും എനിക്ക് അവനോട് ഒരു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. എന്റെ മോളെ സ്വീകരിക്കുമോന്ന്. ഞങ്ങളുടെ സ്വത്ത് മുഴുവൻ നിനക്ക് എഴുതി തരാമെന്ന്. വേറൊന്നും ഞങ്ങൾക്ക് വേണ്ട. ആൺകുട്ടികൾ പെൺകുട്ടികളെ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ പോലും ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന കാലം ഇത്. ബട്ട് ഹീസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഹീസ് സംതിങ് എൽസ്. ചെറിയൊരു സമയമില്ല മാഡം. ജീവിതകാലം മുഴുവൻ ഞാൻ ഇങ്ങോട്ട് കടപ്പെട്ടിരിക്കും. ഇല്ല മാഡം, ഞാൻ മാറി. കംപ്ലീറ്റ്ലി ഡീസന്റ് ആണ്. എന്താ മാഡം ഇങ്ങനെ വല്ലാതെ നോക്കുന്നത്? നീ പെണ്ണുങ്ങളോട് കൊഞ്ചനാവ് മാത്രമെന്നാ കരുതിയേ? അതെങ്ങനെ? എപ്പോഴും കള്ളം മാത്രല്ലേ പറയൂ? ഞാൻ പറയുന്നത് കള്ളമാണോ സത്യമാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ മാഡത്തിന്. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കള്ളവാ. ഞാൻ ചെയ്യുന്നതാണെങ്കിൽ തെറ്റും. നന്നായി അഭിനയിക്കാനും അറിയാം, സിനിമയിലെ പോലെ. മാഡം കുറച്ച് ലേറ്റ് ആയാലും ശരി, നെക്സ്റ്റ് ടൈം ഞാനൊരു പെൺകുട്ടിയായിട്ട് എന്നെ ജനിച്ചിരിക്കുന്നു നോക്കോ. എങ്ങനെ സഹിക്കാൻ പറ്റും ഈ ടെൻഷനും ടോർച്ചറൊക്കെ? എനിക്ക് നല്ല വിശപ്പുണ്ട്, വല്ലതും കഴിക്കാം. മാഡത്തിന് എന്താ വേണ്ടേ? എനിത്തിങ്. വിജയ്, എന്തിനീയകലമിനിയും ഏതു നേരവും നെഞ്ചിൽ നീയെ. ഇത്ര നാൾ നിന്നെ അറിയാൻ ഞാൻ മറന്നേ പോയി. വൈകി വന്നൊരു തിന്നൽ കാതിലെന്തോ പറഞ്ഞിടുന്നേ. അത്രമേലിഷ്ടമെന്നോ നീ അറിഞ്ഞോ കണ്ണാ? വീണ്ടും 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 ഒന്നു കാണാൻ, കാണും തോറും മോഹം വന്നു മിണ്ടാൻ. വീണ്ടും 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 ഒന്നു കാണാൻ, കാണും തോറും മോഹം വന്നു മിണ്ടാൻ. വാനിലെ മേഘമായി ഇനി ഞാനിതാ, പൂനില മഴ നനയുമിതാ. ആദ്യമായി നെഞ്ചിലെ അറകളിൽ ഒരു പ്രണയവുമായി വരും അഗാധ സ്നേഹിതനെ. വരേകിയ മധു തീരാതൊഴുകുന്നേ. വീണ്ടും 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 ഒന്നു കാണാൻ, കാണും തോറും മോഹം വന്നു മിണ്ടാൻ. വീണ്ടും 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 ഒന്നു കാണാൻ, കാണും തോറും മോഹം വന്നു മിണ്ടാൻ. അവനെ പിടിക്കാതെ ഇവിടുന്ന് വന്നാൽ എന്റെ പ്രസ്റ്റീജ് പോകും. ഇരിക്കെ, നമുക്ക് പിന്നെ സംസാരിക്കാം. ബൈ. നിനക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ പറ?
ഗീത, എന്തുപറ്റി? അറിയോ? ഓക്കെ? ഏട്ടാ, ഞാനൊരു കാര്യം പറയാം, അത് സമ്മതിക്കണം. നമുക്ക് നാട്ടിലേക്ക് പോവാ ഏട്ടാ. ഏട്ടാ പ്ലീസ്, ശ്രീക്കും ഏട്ടനും ഇത് എത്ര ഇമ്പോർട്ടന്റ് ടൈമാന്ന് എനിക്കറിയാം. ഈ ടൈമിൽ നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആയാൽ അതിന് ഞാനാ കാരണമെന്ന് ഓർക്കുമ്പോ എനിക്ക് നല്ല വിഷമമുണ്ട്. പ്ലീസ് അമ്മയാ, വെൽക്കം. അതർത്ഥ നിന്റെ മോന്തറ ഷേപ്പ് ഞാൻ മാറ്റും. ഈ ടൈമിൽ മാഡം എന്തോ ഇവിടെ? ഒറ്റയ്ക്കാണോ അതോ മാഡത്തിന്റെ ഏട്ടനും ഉണ്ടോ? ഇല്ല, മേടിച്ചു നോക്കണ്ട, ചെന്ന് ഡ്രസ് ഇട്ടിട്ട് വാ. ഒന്ന് വേഗം ആട്ടെ. സോറി മാഡം. മാഡം, എന്താ വല്ല അത്യാവശ്യമുണ്ടോ? ടുമോറോ മോർണിംഗ് നമുക്ക് നാട്ടിലേക്ക് പോണം. പക്ഷെ മാഡത്തിന്റെ ഏട്ടൻ. ഐ ടേക്ക് കെയർ. സംസാരിച്ച് കൺവിൻസ് ചെയ്തിട്ടുണ്ട്. നിന്റെ പെങ്ങടെ കല്യാണം വരെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഇത് പറയാൻ വേണ്ടിയാണ് മാഡം ഈ ടൈമിൽ ഇത്രയും ദൂരം വന്നേ. ഫോണിൽ പറഞ്ഞ മതിയായിരുന്നല്ലോ. ഇപ്പൊ ഈ എൻക്വയറിയുടെ ആവശ്യം എന്താ? ആർ യു ഹാപ്പി നൗ? ഹാപ്പിയാണെന്ന് പറയേണ്ട കാര്യമുണ്ടോ മാഡം? താങ്ക് യു മാഡം. ഹേ, കൺഗ്രാറ്റുലേഷൻസ് ഗോവിൻ. എന്തിന്? എന്തിനെന്നോ? അതേ പെണ്ണ് തന്നെ നിന്നെ ലവ് ചെയ്യുന്നില്ലേ? എന്താന്ന്? അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്കറിയില്ലായിരുന്നല്ലോ അത്. ആ പെണ്ണ് നിനക്ക് വേണ്ടി നീ അറിയാതെ നിന്നെ വിടാതെ ഫോളോ ചെയ്തോണ്ടിരിക്കായിരുന്നില്ലേ? അവൾ എന്നെ വിടാതെ ഫോളോ ചെയ്യണോ ഇടയ്ക്കിടയ്ക്ക് ഫോളോ ചെയ്യണമെന്നൊക്കെ ഞാനെങ്ങനെ അറിയാനാ? ഞാനത് അറിഞ്ഞത് അവളുടെ മുത്തശ്ശന് ഹാർട്ട് അറ്റാക്ക് വന്നപ്പോഴാ. ശരിക്കും എന്താ മുത്തശ്ശി ഉണ്ടായത്? എനിക്കറിയില്ലടാ. പാറക്കല്ല് പോലെ നിന്ന മനുഷ്യൻ വെട്ടിയിട്ട പോലല്ലേ താഴെ വീണത്. ആദ്യം നീ കരച്ചിലൊന്ന് നിർത്തി. ഞാനെന്താ എപ്പോഴും ചെറുപ്പം, എപ്പോഴും ഓടിച്ചാടി നടക്കാൻ. ഏതായാലും ഒന്നും പറ്റിയില്ലേ. എന്റെ കൊച്ചുമോന്റെ കല്യാണം നടക്കാൻ പോകുന്നു. അതുപോലെ ഇനി എന്റെ കൊച്ചുമോളുടെ കല്യാണം കൂടി ഒന്ന് കണ്ടാ മതി. എന്റെ ആഗ്രഹം അതാ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ 2 കല്യാണം ഒരേ മുഹൂർത്തത്തിൽ തന്നെ നടത്താം. അമ്മ എന്തൊക്കെയായി പറയുന്നത്? എന്താടാ, കയ്യിൽ ആവശ്യത്തിന് പണം ഇല്ലേ? ഇതിന് പണം മാത്രം മതിയോ? ഒരു പെണ്ണിന്റെ കല്യാണം നിസ്സാരാ? അതൊന്നും എനിക്കറിയണ്ട. നിന്റെ അച്ഛന്റെ ആഗ്രഹം പോലെ 2 കല്യാണം ഒരുമിച്ച് നടത്തണം. ഇതെനിക്ക് തരുന്ന വാക്കായിരിക്കണം. മുത്തശ്ശി, ഇങ്ങനെ ധൃതി വെച്ചാൽ അച്ഛാ, നിങ്ങൾക്ക് ആർക്കും എതിർപ്പില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ വിജയ് ഉണ്ടല്ലോ, അതെ അച്ഛാ, ശ്രീയുടെ ആങ്ങളാ. വളരെ നല്ല പയ്യനാ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവന്റെ അച്ഛനോടൊന്ന് ഫോണിൽ സംസാരിക്കാം. അവൾക്കും അറിയാവുന്ന പയ്യനാകുമ്പോ ടെൻഷൻ വേണ്ടല്ലോ. നമ്മൾ മാത്രം തീരുമാനിച്ചാ പോരാ, ആദ്യം ഗീതയുടെ ഇഷ്ടം അറിയണം. എന്താടി? എടി മോളെ, എന്താ ചത്തുന്നുള്ള ന്യൂസ് കേൾക്കാൻ വെയിറ്റ് ചെയ്യണോ? എന്താ മാഡം അങ്ങനെയൊക്കെ പറയുന്നത്? അത് ചെറുപ്പം മുതലേ എനിക്ക് ഹോസ്പിറ്റൽ ഐസി എന്നൊക്കെ കേൾക്കുമ്പോ വലിയ പേടിയാ. അതുകൊണ്ടാണ് ഞാൻ വരാതെ. അതെന്താ? എന്റെ ഫാമിലി ഐസിയുലാണോ ഉറങ്ങാറ്? ഹോസ്പിറ്റലിലാണോ ഞങ്ങളുടെ താമസവും ഭക്ഷണമൊക്കെ? അയ്യോ, ഞാൻ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചത്. പിന്നെന്താ, ഇയാളുടെ ഫേസിൽ കുറച്ചുപോലും വിഷമം കാണാനില്ലല്ലോ. ഇതെന്താ മാഡം, ഇതൊക്കെ വളരെ കഷ്ടമാണ് കേട്ടോ. നിങ്ങളുടെ മുത്തശ്ശന് വല്ലതും പറ്റിയാണ് ഞാനെന്തിനാ വിഷമിക്കുന്നത്? ഇങ്ങനെ വേറിട്ട് കാണുന്ന എന്തിനാ? കുറച്ചെങ്കിലും ഹ്യൂമാനിറ്റി ഇല്ലേ നിങ്ങൾക്ക്? ശരി മാഡം, ഞാൻ വിഷമിച്ചോളാം. എങ്ങനെയുണ്ട് മുത്തശ്ശന്? മരിക്കുമെന്ന് തോന്നിയപ്പോഴാ നിന്നെ കാണണമെന്ന് പറഞ്ഞത്. എന്നെയോ? എന്നെന്തിനാ? അറിയില്ല, ചിലപ്പോ സ്വത്ത് എഴുതി തരാനാവും. ഓ, നിങ്ങൾക്കല്ലേ എഴുതി തരേണ്ടത് മാഡം, എനിക്കെന്തിനാ തരുന്നത്? അല്ലേ, പിന്നെന്തിനാ എന്റെ നിന്റെ എന്നൊക്കെ പറഞ്ഞ്? എന്റെ ബ്രെയിനാകെ ഹീറ്റായി പോയടി മോളെ. ഏതടാ പെണ്ണ്?
തലവേദനയാണെന്ന് പറഞ്ഞാൽ ഉടനെ പെണ്ണിനെ കുറിച്ച് ചോദിക്കണമെങ്കിൽ എല്ലാരും ഒരേ മീറ്ററിൽ പോകുന്നു അർത്ഥം. എന്താ എന്താ ഹാപ്പി ന്യൂസ് ഉണ്ടല്ലോ? അത് നമ്മുടെ മഹിയുടെ മുത്തച്ഛന് ഹാർട്ട് അറ്റാക്ക് ആയെന്ന്. എന്താ ഇത്? അച്ഛനെന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പാവ മുത്തച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നതിന് ഇങ്ങനെയൊക്കെ ആഘോഷിക്കേണ്ട കാര്യമുണ്ടോ? ഒന്ന് ചുമ്മാ ഇരിടാ. ഇത് അതിനൊന്നുമല്ല. ആ മുത്തച്ഛന് കൊച്ചുമകന്റെ കല്യാണത്തോടൊപ്പം കൊച്ചുമോളുള്ളത് കൂടി നടത്തി കാണണമെന്ന്. ഓഹോ, കല്യാണ ചെലവ് കുറയുന്നതിന്റെ സന്തോഷം കൊണ്ടാണോ ഇത്? ഒന്ന് പോടാ മരത്തലയാ. എടാ, അവര് ഗീതയെ നിനക്ക് കെട്ടിച്ചേരാൻ പോവാ. ഇപ്പഴേ വിളിച്ച് പറഞ്ഞ് 2 കല്യാണവും ഒരേ മുഹൂർത്തത്തിൽ നടത്താവുന്നു. നീ ശരിക്കും ഭാഗ്യവാനാണ്. എന്താ ഷോക്കായി പോയോ? ആക്ച്വലി ഫോൺ ചെയ്ത് പറയാനാ വിചാരിച്ചേ. ബട്ട് ഐ വാണ്ടഡ് ടു സീ യു. ഈ ന്യൂസ് കേൾക്കുമ്പോ നിന്റെ കണ്ണിലെ തിളക്കം, നിന്റെ എക്സൈറ്റ്മെന്റ്. സോ ഫൈനലി. ഞാൻ ആദ്യമായിട്ട് മാഡത്തിന് 30 ദിവസം മുമ്പ് കോവിലിൽ വെച്ചാ കാണുന്നത്. അവിടെ വെച്ച് മാഡം ഇങ്ങനെ നിന്ന് ദീപങ്ങൾ കത്തിക്കുന്നത് കണ്ടപ്പോ ഞാൻ എന്റെ കുട്ടിക്കാലത്ത് അമ്മയോടൊപ്പം നിന്ന് അമ്പലത്തിൽ ദീപാവലി വിളക്ക് കത്തിക്കുന്നതാ ഓർമ്മ വന്നേ. അതുപോലെ മാഡം എന്റെ ലൈഫിലേക്ക് വന്ന എല്ലാ ദിവസവും ദീപാവലി ആവൂലെന്നാ ഞാൻ വിചാരിച്ചത്. എന്നെ അപ്പൊ ഒന്ന് കാണുമായിരുന്നു മാഡം. എന്റെ കണ്ണുകളിൽ ശരിക്കുള്ള തിളക്കം കാണാൻ പറ്റുമായിരുന്നു. മാഡം, ഞാനിതുവരെ എന്റെ അമ്മയെ കുറിച്ച് മാഡത്തിനോട് പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് അമ്മ മരിച്ചത്. എന്റെ അമ്മയെന്ന് വെച്ചാൽ എനിക്ക് ജീവനാ, ഇഷ്ടം, സ്നേഹമെല്ലാം. പക്ഷെ അതൊന്നും കാണാനിപ്പോ അമ്മയില്ല. അതെല്ലാം ഞാൻ എന്റെ മനസ്സിൽ സൂക്ഷിക്കുക. എന്റെ ഭാര്യ വരുമ്പോ അതൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. എനിക്ക് ഭാര്യ എന്ന് വെച്ചാൽ അത്ര പ്രധാനമാണ് മാഡം. പക്ഷെ എന്തുകൊണ്ടെന്ന് അറിയില്ല, നിങ്ങളിൽ എനിക്ക് എന്റെ അമ്മയെ കാണാൻ കഴിയുന്നില്ല മാഡം. മാഡം, നിങ്ങൾക്ക് ഭർത്താവ് എന്ന് വെച്ചാൽ അലങ്കാരവും ഒരു ആവശ്യമൊക്കെ ആയിരിക്കാം. പക്ഷെ എന്റെ ഭാര്യ എനിക്ക് എല്ലാമാ. നിങ്ങൾക്കിപ്പോ വളരെ അർജന്റായിട്ട് മാരേജ് ആവശ്യമായിട്ട് വന്നുകൊണ്ട് വീട്ടുകാരെല്ലാരും കൂടി ആലോചിച്ച് വേറെ ചോയ്സ് ഒന്നും ഇല്ലാത്തോണ്ടല്ലേ മാഡം ഇത് തീരുമാനിച്ച്. എന്റെ ഭാര്യയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടാവില്ല. 1 and only ഓപ്ഷൻ മാത്രമേ ഉണ്ടാവൂ. എന്റെ ഭാര്യ എനിക്ക് വേണ്ടി ജനിച്ചവളായിരിക്കണം, എനിക്ക് വേണ്ടി മരിക്കുന്നവളായിരിക്കണം. ഈ ലോകത്ത് ഞാനല്ലാതെ വേറെ ഒരു ചിന്തയും ഇല്ലാത്തവളാണെന്നതൊക്കെ എന്റെ മനസ്സിൽ. തെറ്റ് എന്റെയാണ് മാഡം, ഒരു തെറ്റ് നിങ്ങളുടെ അല്ല, എന്റെയാ. എന്റെ പഴയകാല സ്വപ്നങ്ങൾ കാരണം ഭയം തോന്നുക മാഡം. നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ എന്നും ഇക്കഴിഞ്ഞ 10 ദിവസങ്ങൾ പോലെ ആവുമെന്നോർത്ത്. പ്ലീസ് മാഡം, എനിക്ക് കല്യാണം ഇഷ്ടമല്ലെന്ന് മാഡത്തിന്റെ വീട്ടിലോ എന്റെ വീട്ടിലോ ദയവേത് പറയരുത്. എന്താന്ന് വെച്ചാൽ എന്റെ പെങ്ങളും അവളുടെ മക്കളും മാഡത്തിന്റെ വീട്ടിലാണ് ജീവിക്കേണ്ടത്. എന്തെങ്കിലും പറഞ്ഞു ഈ കല്യാണം ഒന്ന് മുടക്കണം മാഡം, പ്ലീസ്. ഇല്ലെങ്കിൽ ഈ കല്യാണം നടന്നില്ലെങ്കിൽ എന്റെ പെങ്ങളുടെ കല്യാണം നടക്കില്ലെന്നാണെങ്കിൽ പറഞ്ഞാൽ മതി. കണ്ണടച്ച് ഞാൻ താലി കെട്ടിക്കണം. അതൊന്നും വേണ്ട, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. താങ്ക് യു മാഡം. മിഴിയെത്താ ദൂരം തേടി വഴിമാറിപ്പോകുവതാരാണേ മാഡം. താങ്ക് യു. വെറുതെയൊരു നോവും പേരി പിൻവാങ്ങിപ്പോകുവതാരാണേ ഇനിയെന്നും ശൂന്യതയോ ഈ നിമിഷം തീരുകയോ പ്രണയത്തിൻ പടിവാതിൽ അറിയാതെ അടയുകയോ ഹൃദയങ്ങൾ അടരുന്നേ ഇന്നു മുതൽ പിരിയുന്നേ. എന്താടി മോളെ, നിനക്ക് ചോറ് വേണ്ടെന്ന് പറഞ്ഞേ? വാ, എന്നാ ഒരു ഗ്ലാസ് പാല് കുടി. എന്താ മോളെ, എന്തു പറ്റിയടി? എന്തിനു മോളെ കരയുന്നേ? എന്താ പറ്റിയേ? വിജയിക്കാൻ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു മുത്തശ്ശി.
അപ്പൊ വിചാരിച്ച പോലെയല്ല, അവനെ നീ മനസ്സിൽ കൊണ്ട് നടക്കുകയായിരുന്നല്ലേ? എന്താ നീ മിണ്ടാത്തെ? ഇത്ര നേരമായിട്ട് നിന്നോടല്ലേ ചോദിക്കുന്ന? പറയ്. ഇഷ്ടമല്ലാന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലാവില്ലേ? എന്താ എല്ലാവരും കൂടി നിർബന്ധിച്ച് കെട്ടിക്കാൻ പോവാ? ഇപ്പൊ എന്താണ് ഇങ്ങനെ? നിന്നോട് എല്ലാരും ചോദിച്ചില്ല. നിർത്താവോ? പെൺകുട്ടികളെ ഇഷ്ടമാണെന്ന് പറയാൻ 100 കാരണങ്ങളുണ്ടാവും, ഇഷ്ടമല്ലെന്ന് പറയാൻ അതിലും കൂടുതൽ കാരണങ്ങളുണ്ടാവും. ഇപ്പൊ അവളെന്താ പറഞ്ഞത്? കല്യാണം വേണ്ടെന്നൊന്നും അവള് പറഞ്ഞില്ലല്ലോ. എല്ലാം നമ്മളെ ഇഷ്ടത്തിനാ വിട്ടിരിക്കുന്നത്. അതെ, ആ ഫോൺ ഇങ്ങ തന്നെ. ആ അമ്മൂമ്മേ, നിന്റെ അനിയൻ എവിടാണെന്നാ പറഞ്ഞത്? UK-ല്. എന്തേ? UK-ലോ മൂക്കയിലോ? അവനോട് വൈകിട്ട് ഇങ്ങ് കയറാൻ പറ, അവന്റെ കല്യാണമാ. അമ്മൂമ്മ എന്റെ പൊന്നു വന്നോടാ. ലണ്ടനിലൊക്കെ പോയിട്ടും നമ്മുടെ നാട്ടുമര്യാദയൊന്നും മറന്നിട്ടില്ല. ഇതാണ് ഗുരുത്വം എന്ന് പറയുന്നത്. മൂലയ്ക്ക് കിടന്നുറങ്ങുമ്പോ മൂലാധാരം തന്നെ മറക്കുമെന്നല്ലേ? ഞാനതുകൊണ്ട് മൂലയ്ക്ക് കിടക്കാറില്ല, സെന്ററിലെ കിടക്കാറ്. അല്ല, ഇതാരാ? അനുഗ്രഹിക്കണം മുത്തച്ഛ. മുത്തച്ഛന് സുഖമല്ലേ? സുഖമല്ലേ മോനെ? വരും മുത്തച്ഛ. എക്സ്ക്യൂസ് മീ, ക്യാൻ എവരി വൺ പ്ലീസ് ഫോം എ ലൈൻ? പ്ലീസ്, ഒരു പ്രത്യേക കാര്യമുണ്ട്. ഡോണ്ട് ഹെസിറ്റേറ്റ്, പ്ലീസ് ഫോം എ ലൈൻ. പ്ലീസ്, താങ്ക് യു. ആന്റി, ബ്ലെസ് മീ. അങ്കിൾ, എന്തിനാണ് ഇതൊക്കെയാണ് എന്റെ ഐശ്വര്യമംഗൾ. വേണ്ടെന്ന് പറയരുത്. അനിയനെയോട് പറയല്ല, എന്ത് മര്യാദയല്ലേ? ഗുരുത്വമുള്ളവനാടാ. ഓ, കിഡ്സ് അല്ലേ? എന്നാ എന്റെ അനുഗ്രഹം വാങ്ങിച്ചോ. നന്നായി വരും. വേഗം വാങ്ങിച്ചോ. നന്നാവട്ടെ. നീ മൂലാധാരം മറക്കരുത് കേട്ടോ. എല്ലാവരും ആയില്ലേ? നാണപ്പൻ ചേട്ടോ, ഇങ്ങോട്ട് വാന്നേ. എത്ര നാളായി കണ്ടിട്ട്. വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? ചേച്ചിക്ക് സുഖമല്ലേ? ഇനി ആരും ബാക്കിയില്ലല്ലോ അല്ലേ? എല്ലാവരുടെയും വാങ്ങിച്ചില്ലേ മുമ്മേ? എന്താണ് ഈ കാണിച്ചത്? വീട്ടിലെ വേലക്കാരന്റെ കാല് തൊട്ട് ആരെങ്കിലും സ്വന്തം അന്തസ് കളയോടാ? Shut up, grandma. You don't have discriminate a person based on color, creed and caste. അയാൾ കഷ്ടപ്പെടുന്നതും സമ്പാദിക്കുന്നതൊക്കെ അയാളുടെ ഫാമിലിക്ക് വേണ്ടിയാ. Before I get into the relation, I want to clear one thing. Please remove these sicky ideas from your stupid old brain. ഓർമ്മകളോ ഓരോന്നായോടിയതാ വന്നിടവേ, ഒഴുകിടുമേ പുഴയൊരു നാൾ ഗതി മാറി പോയിടവേ. മനസ്സെന്ന മായാവി വിളി കേൾക്കാതെ മായുന്നേ, കൊഴിയുന്ന മോഹങ്ങൾ കരിയില പോലെ വീഴുന്നേ. പരിഹാരമകലേ പരിതാപമിവിടെ, പറയാതെ പറയും തമ്മിലിടയേ. കരയോടു ചേരാന പൊന്നോളം തിരികെ വരുമോ? എടാ, ഐറ്റംസ് എല്ലാം സൂപ്പറാ. നല്ല ടേസ്റ്റാ. അമ്മൂമ്മ, ഗസ്റ്റിന് കൊടുക്കാനുള്ള ആഹാരമല്ലേ? ഒന്നും അറിയണ്ടല്ലോ. വന്നപ്പോഴേക്കും ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. തിന്നുന്നവനറിയില്ലെങ്കിൽ വിളമ്പുന്നവനറിയണ്ടേ? എടുക്ക്. അമ്മൂമ്മയ്ക്ക് എന്താ മെന്റലായോ? എന്ത് മര്യാദകളെ കാണിച്ചെന്ന് വല്ല വിചാരമുണ്ടോ? മര്യാദ ആരോട് വേണമെന്നൊക്കെ എനിക്കറിയാം. പിള്ളേരെ, എന്തിനാ ഇങ്ങോട്ട് വന്നത്? തിന്നാൻ വേണ്ടിട്ടാ? അമ്മൂമ്മ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? കുറച്ച് ബേസിക് മാനേഴ്സ് കാണിക്കേ. ഇതൂടെ വെച്ചോ. I hate you, grandma. Hello, brothers. ഹായ് സർ. How are you? Hi. എന്റെ ഫ്രണ്ട്സ്. ബ്രദർ, അമ്മൂമ്മ എന്തിനാ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നത്? നേരത്തെ ബസ്സിൽ വെച്ചും കണ്ടു. ശരിക്കും ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. എന്താ കാര്യം? ഹേയ്, അങ്ങനെയൊന്നുമില്ല സർ. പ്രായമുള്ളവരല്ലേ, വെറുതെ തമാശക്ക്. Come on, I can sense it. ഇന്റൻഷനോടെ ഇൻസൾട്ട് ചെയ്യുന്ന എന്തോ ഉണ്ട്, പറ പ്ലീസ്. ഇല്ല, ഒന്നുമില്ല സർ. നാളെ രാവിലെ കല്യാണമല്ലേ, അതിനിടയ്ക്ക് എന്തിനാ സർ വെറുതെ? പോയി ഹാപ്പി ആയിട്ട് പറഞ്ഞു. നാളെ ഫ്രഷ് ആയിരിക്കണ്ടല്ലേ? അതല്ല ബ്രോ, നമുക്ക് സോൾവ് ചെയ്യാം. ലിസൺ, ബ്രോ നിക്ക്. അവര് തമ്മിൽ പ്രശ്നം എന്താ? അവൻ പറഞ്ഞില്ല സാർ, ഒന്നുമില്ലെന്ന്. ഒന്നുമില്ല. കള്ളം പറഞ്ഞ എന്റെ തല പൊട്ടിത്തെറിക്കും. പറയാൻ എന്ത് പറയാനാ സാറേ? നിശ്ചയത്തിനെന്ന് 25 പറഞ്ഞിരുന്നത്. ഇപ്പൊ പറയുന്നു 15 കൂടി ചേർത്ത് 40 കൊടുക്കണം. നിങ്ങൾ അത്ര ചോദിച്ചിട്ടുണ്ട്, അത് കൊടുക്കാൻ വേണ്ടിയാണെന്ന്. ഈ 25-15 എന്താ? ലക്ഷങ്ങൾ സാർ. എന്തിന്?
സ്ത്രീധനം സാർ. സ്ത്രീധനോ? എന്റെ വീട്ടുകാർ സ്ത്രീധനം ചോദിച്ചോ? ചുമ്മാ ഉരുളാ സാറേ, നിങ്ങളെന്താ ഗാന്ധിജിയുടെ ഫാമിലിയാ? ടോർച്ചർ ചെയ്യല്ലേ ആ പാവങ്ങളെ? പക്ഷെ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്തൂടെ? നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം സാർ, ഫൈറ്റും ഡാൻസും ഒക്കെ വേണമെന്ന്. പക്ഷെ ഞങ്ങൾ മിഡിൽ ക്ലാസ്സുകാർ എന്ത് ചെയ്യും? നിങ്ങൾ വലിയ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടിച്ചു വിടുന്നതിന്റെ കഷ്ടപ്പാട് ഞങ്ങൾക്ക് അറിയൂ. ഇത്ര പണക്കൊതി ആർക്കും പാടില്ല. മനുഷ്യരെ കുറച്ചൊക്കെ മനുഷ്യത്വം വേണം. എനിക്ക് പൈസ താ. പൈസ വേണോ? എടുത്തോടി മോളെ, മൊത്തം എടുത്തോ. എന്റെ പൊന്നാ നീ. ഒത്തിരി സമ്പാദിക്കണമെങ്കിൽ ചോദിച്ചു വാങ്ങിച്ചാ പോരാ, പിടിച്ചു വാങ്ങിക്കണം. ശരി അമ്മേ. എന്താണ് ഇങ്ങനെ നോക്കുന്നേ? മുത്തശ്ശൻ കെട്ടിയപ്പോ ഡവറി എത്ര കൊടുത്തു? നിന്റെ മുത്തച്ഛൻ അത്ര ഗതിയില്ലാത്തവനൊന്നും അല്ലായിരുന്നു ഡൗറി മേടിക്കാൻ. നമ്മൾ ആർക്കും കൊടുക്കില്ല, നമുക്കെല്ലാവരും തരാൻ വേണം. കൊള്ളാം. അമ്മേ, മൊത്തം 40 പറഞ്ഞത്, 15 വന്നല്ലോ, ബാക്കി 25. മൊത്തം കോഡ് ലാംഗ്വേജ് ആണല്ലോ. നാളെ രാവിലെ കല്യാണ പെണ്ണും ചെറുക്കനും മണ്ഡപത്തിൽ ഇരിക്കുന്നതിന് മുമ്പ് വന്നോളൂടാ. വരാതെ എവിടെ പോവാനാ? ഇല്ലെങ്കി അപ്പഴത്തെ കാര്യം അപ്പ നോക്കാം. എടാ, ഡവറിയുടെ കാര്യമൊക്കെ ചോദിച്ചിട്ട് നീ ഇതെവിടെ പോവാ? അതെ, നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനുള്ള യോഗ്യത പോലുമില്ല. യു യൂത്ത്ലെസ് ബ്ലഡി ബെഗർ. മുത്തശ്ശിയില്ലേ? അവിടെ ഉണ്ട്. ഹായ്, മുത്തശ്ശി എന്ന് വിളിക്കാം. ചേച്ചി ദേ വിളിക്കുന്നു. മുത്തശ്ശി, എന്താ? അച്ഛനെ സ്വർണ്ണം ഇവിടെ തരാൻ പറഞ്ഞു. നാളെ രാവിലെ അളിയനെ ഇടാനുള്ളതാ. സ്വർണം എത്ര തന്നുവിട്ട് നിന്റെ അച്ഛൻ സ്വർണം? മുത്തശ്ശി നിക്ക്, ഒരു മിനിറ്റ്. ക്ഷമിക്കണം മുത്തശ്ശി, ഇവിടെ എല്ലാവർക്കും എന്നോട് ദേഷ്യമാണെന്നറിയാം. പക്ഷെ ഗീതയ്ക്ക് ഞാൻ കറക്റ്റ് ആവത്തുണ്ടോ മുത്തശ്ശി? ഫ്യൂച്ചറിലത്ത് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കും മുത്തശ്ശി. എന്റെ കൊച്ചുമോളെ നിനക്ക് കല്യാണം ആലോചിച്ചത് തന്നെ ഞങ്ങളുടെ കർമ്മദോഷം കൊണ്ടാടാ. നിന്റെ പുന്നാര അളിയനുണ്ടല്ലോ ആ താടി, എന്റെ അളിയൻ വലിയ യോഗ്യനാ, നല്ല സ്വഭാവന്നൊക്കെ പറഞ്ഞ് അവനാ ആലോചന കൊണ്ടുവന്നത്. അപ്പൊ അളിയനാണോ എന്റെ പേര് പ്രപ്പോസ് ചെയ്തത്? പിന്നല്ലാതെ, നിന്റെ ചന്തം കണ്ടോണ്ട് ഞങ്ങളും എല്ലാവരും ആണെന്ന് വിചാരിച്ചോ? നീ എവിടെയായിരുന്നു? എന്താടാ വല്ലാതിരിക്കുന്നേ? എടാ, അളിയന് ഗീത എനിക്ക് കല്യാണം ആലോചിക്കാനും മാത്രമുള്ള സ്നേഹമുണ്ടോടാ എന്നോട്? തെറ്റിപ്പോയടാ, വല്ലാതെ കുറ്റബോധമുണ്ട് എനിക്കിപ്പോ. അളിയനെ ഇത്രയ്ക്ക് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചിട്ടുള്ള സത്യം ഞാൻ തുറന്നു പറയാൻ പോവാടാ. പോരുത്. നിനക്കെന്താ ഭ്രാന്താ? കുറച്ച് മണിക്കൂർ കഴിഞ്ഞാൽ അവളുടെ കല്യാണം. അതൊന്ന് കഴിയുന്നവരെ വാ തുറക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടാ. എടാ, നിന്റെ അളിയനാടാ, തീർച്ചയായും ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കേണ്ട ആളാ. ആ മനുഷ്യനെ ചതിച്ചിട്ട് എനിക്ക് വേറെ എന്ത് നേടാനാടാ? ഇനി ഞാനത് പറയാതിരുന്ന തീരെ ശരിയാവില്ല. പോരുത്. ആ ഡാ, വേണ്ടതൊക്കെ ചെയ്യ്, ഞാനിപ്പോ വരാം. വിജയ്, നീ ഒറ്റയ്ക്കേ വന്നല്ലോ? വേറൊന്നുമില്ലടാ, ഫ്രണ്ട്സിന് ചെറിയൊരു ബാച്ചിലർ പാർട്ടി വേണമെന്ന്. വാ വാ, കം കം. സോറി അളിയ, എനിക്കറിയില്ലായിരുന്നു എന്നെ ഇത്രയ്ക്ക് ഇഷ്ടമായിരുന്നെന്ന്. എന്ത് പറ്റി വിജയ്? അത് ഗീതയുടെ മാരേജ് ടോപ്പിക്ക് വന്നപ്പോ അളിയനെ എന്റെ പേര് പറഞ്ഞത് മുത്തശ്ശി ഇപ്പഴാ എന്നോട് പറഞ്ഞു. അത് സത്യ വിജയ്, നിന്നെ ഞാൻ കണ്ടു, ഇഷ്ടപ്പെട്ടു. വളരെ നല്ല പയ്യനാണെന്ന് തോന്നി. ഗീത നിന്റെ കൂടെ ആണെങ്കിൽ വളരെ ഹാപ്പി ആയിരിക്കും എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ നിന്റെ പേര് പറഞ്ഞത്. പക്ഷേ ആദ്യം ഞാൻ നിന്നോട് സംസാരിക്കണമായിരുന്നു. അളിയ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇത്രയും നാളും ഗീതയുടെ പ്രശ്നത്തിൽ നിങ്ങൾ അന്വേഷിച്ച് നടന്നാണ് വേറെ ആരും ഇല്ല അളിയ. ഞാൻ തന്നെ ബസ്സിൽ അങ്ങനെയൊക്കെ ചെയ്തത് ഞാനാ. അതെനിക്കും അറിയായിരുന്നു വിജയ്. ഗീത പറഞ്ഞിരുന്നു, അവര് നീയും ചേർന്ന് നാടകം കളിക്കായിരുന്നു. കൊല്ലും ഞാൻ റാസ്കലിനെ. ഏട്ടാ പ്ലീസ്, ഏട്ടൻ ഒന്ന് ഇവിടെ ഇരിക്കെ. ഒരു 5 minutes ഏട്ടാ. ഏട്ടാ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇരിക്കെ. പറ, എന്താ പറയാനുള്ളത്? എന്തിനാ ദേഷ്യപ്പെടുന്നത്? വിജയുടെ പേരിൽ കംപ്ലൈന്റ് ചെയ്ത ഞാനല്ലേ?
ഇത്ര നാള് ഞാനും വിചാരിച്ചു അവനൊരു ഫ്രോഡാണെന്ന്. അവനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ അവനെ കുറിച്ചെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോ ആ ദേഷ്യമൊക്കെ അവനോടുള്ള സ്നേഹമായി മാറിയിട്ട്. വിജയ് വളരെ നല്ലവനാ. ഇത്ര നാളും അവൻ ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് എത്ര പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല. ചീത്ത പറഞ്ഞു, അപമാനിച്ചു, കരയിപ്പിച്ചു. അതെല്ലാം സഹിച്ചത് ചെയ്തു പോയ തെറ്റോർത്തല്ലേ. അവന് വേറെ വഴിയില്ലാഞ്ഞിട്ട് തീർച്ചയായും രക്ഷപ്പെടാമായിരുന്നു. അതിനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇതിനെല്ലാം കാരണം എന്നോടുള്ള സ്നേഹമാണെന്ന് ഞാൻ പിന്നീടാ മനസ്സിലാക്കിയത്. നമ്മുടെ MDയുടെ മോളെ തല്ലിയതുപോലെ ചെകിട്ടത്തിട്ടൊന്ന് തന്നിട്ട് കാര്യം മനസ്സിലാക്കടി പെണ്ണെന്ന് അവൻ പറഞ്ഞെങ്കിൽ എനിക്ക് മനസ്സിലായനെ. എന്നെ സഹിക്കുകയായിരുന്നു പാവവൻ. ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഭാര്യ ഒരു ശാഠ്യക്കാരിയാണെങ്കിൽ ആര് സഹിക്കില്ല? പക്ഷെ അവൻ സഹിക്കും. ഭൂമി ദേവിയെക്കാളും വലിയ ക്ഷമയുണ്ടേട്ടാ അവന്. ഇത്ര നല്ലൊരു ഭർത്താവിന് ഏത് പെൺകുട്ടിക്ക് കിട്ടുവേട്ടാ? അതുകൊണ്ട് ഞാൻ അവനെ ഇത്ര അധികം സ്നേഹിക്കുന്നത്. ഗീതയ്ക്ക് നീ ചോയ്സ് അല്ല വിജയ്, വൺ ആൻഡ് ഓൺലി ഓപ്ഷൻ. നിനക്ക് അവളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ പാവം അവള് ഇപ്പോഴും കരയാ. ഞാൻ ചോദിച്ചു, എന്തിനാ ഒരാൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞതിന് ഇത്ര വിഷമിക്കുന്നതെന്ന്. അവളെന്താ പറഞ്ഞെന്നറിയോ? അവൻ എന്നെ ഇഷ്ടമല്ലെങ്കിലും എനിക്ക് അവനെ ഇഷ്ടമല്ല ഏട്ടാന്ന്. വിജയ്, Life is not all about money. Geeta, in our future... മാഡം പ്ലീസ് മാഡം ഒന്ന് വരൂ. അവനെന്തിനാ വിളിക്കുന്നത്? ഏയ് ഒന്നുമില്ല, സംസാരിച്ചോളൂ. എനിക്കെല്ലാം അറിയാം, ചെന്ന് സംസാരിക്കേ. അതിന്റെ ആവശ്യമില്ല. ഇവിടെ നടക്കുന്നൊക്കെ എനിക്കറിയാം, ചെന്ന് സംസാരിക്കേ. എനിക്കത് സംസാരിക്കാനുണ്ട് മാഡം. ഗീത, ഇപ്പൊ ഇത് നിങ്ങളുടെ ഫാമിലി മാറ്ററാ, അതുകൊണ്ടാണ് ഞാൻ ഇടപെടാത്തത്. ബട്ട് ആഫ്റ്റർ വെഡിങ് ഐ ആം നോട്ട് ഗോയിങ് ടു എന്റർടൈൻ സച്ച് നോട്ടറസ് ബിഹേവിയർ. എന്ത് പറ്റി ചേട്ടാ? എല്ലാം എനിക്കറിയാം. ചെല്. മാഡം മാഡം ഒന്ന് നിൽക്ക് മാഡം. എന്താ മാഡം? സോറി മാഡം, എനിക്കറിയില്ലായിരുന്നു നിങ്ങൾക്ക് എന്നെ ഇത്രയ്ക്ക് ഇഷ്ടമാണെന്ന്. എന്നോട് ഇപ്പോഴെല്ലാം പറഞ്ഞത്. അയ്യോ സാർ, എന്താ സാർ നിങ്ങളും നിങ്ങളുടെ സങ്കല്പങ്ങളും? ഞാൻ വെറും 3rd ഗ്രേഡ് സിറ്റിസൺ. കാര്യമാക്കണ്ട സാർ. സോറി സാർ. എന്താ സാർ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? മാഡം ഇപ്പോഴല്ലേ മാഡം ഞാൻ എല്ലാം അറിഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം മാഡം. ഞാൻ എന്താ ചെയ്യണ്ടേ? എന്തെങ്കിലും ചെയ്യും മാഡം. മാഡം ഇല്ലാതെ എനിക്ക് പറ്റില്ല. ഇപ്പൊ തന്നെ എന്തെങ്കിലും ചെയ്യും. ഈ കല്യാണം ക്യാൻസൽ ചെയ്യും. അവന്റെ അവസ്ഥ ആർക്കും വരരുത് സാർ. ഇപ്പൊ അവിടെ എന്താ നടക്കുന്നത്? പറയാം സാർ. മാഡം പ്ലീസ് മാഡം, നിങ്ങളുടെ മുത്തശ്ശിയോടൊന്ന് പറയൂ മാഡം. ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ ചോദിച്ച പണം മുഴുവൻ തരാം. ഇതിന്റെ പേരിൽ എന്റെ പെങ്ങളുടെ കല്യാണം മുടങ്ങിയാൽ അവളുടെ ജീവിതം നശിച്ചു പോകും മാഡം. നിനക്കെന്താ ഭ്രാന്താ? നാളെ നേരം വെളുത്ത കല്യാണോ? ഞങ്ങൾ പറഞ്ഞതിൽ മാറ്റമില്ല. ക്യാഷ് തന്ന അപ്പ കല്യാണം. ഇനി ഞാൻ പറയാം. ഇത്ര ഗതിയില്ലാത്തവരാണെങ്കിൽ എന്തിനാ കല്യാണം കഴിപ്പിക്കുന്നത്? നിന്റെ പെങ്ങളുടെ കല്യാണം നടത്താൻ നാട്ടുകാർ ആവശ്യപ്പെട്ടോ? പണമില്ലാത്തവർ അങ്ങനെ ജീവിക്കണം, അവർക്ക് സ്വപ്നം കാണാൻ പോലും യോഗ്യതയില്ല. ഇതല്ലേ പറഞ്ഞത്? സാർ എക്സാക്ട്ലി സാർ. ശരിയാക്കി തരാം. എനിക്കിനി ഒന്നും ചെയ്യാനില്ല. മാഡം ദയവ് ഇത് ഞാൻ പറയുന്നത് കേൾക്ക് മാഡം, പ്ലീസ്. വിട്, കൈവിട്, മാറ്. മാഡം നിങ്ങൾ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല മാഡം. എന്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിനക്ക് മനസ്സിലാവുന്നുണ്ടോടാ എന്റെ വിഷമം? നിനക്ക് മനസ്സിലാവില്ല. നിനക്കത് മനസ്സിലാവില്ല. അന്ന് നീ എന്നോട് തുറന്ന് സംസാരിച്ചത് തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നിയില്ല.
പക്ഷെ ഒരു കാര്യം പറഞ്ഞത് ഓർക്കുന്നു, ഈ കല്യാണം നടന്നില്ലെങ്കിൽ എന്റെ പെങ്ങടെ കല്യാണം നടക്കില്ലെന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിന്നെ കെട്ടിക്കൊള്ളാന്ന്. അതായത് എനിക്കൊരു ക്യാരക്ടർ ഇല്ലെന്ന്. നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കല്യാണം കഴിപ്പിക്കുന്ന പോലെയല്ലേ അത്? അങ്ങനെയൊന്നുമല്ല മാഡം. എനിക്കിപ്പോ എന്താ സംസാരിക്കേണ്ടെന്ന് പോലും ശരിക്കറിയാം. തെറ്റായിപ്പോന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇനി മനസ്സിലായില്ലേ? മനസ്സിലായി. നിനക്കെന്നെ ഇഷ്ടമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞപ്പോ മുതൽ നീ എന്നെ എപ്പോ പ്രപ്പോസ് ചെയ്താലും അപ്പ ഓക്കെ എന്ന് പറയാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എന്താന്ന് വെച്ചാ എപ്പോഴും ഈ നിഷ്കളങ്കമായ മുഖത്തോടെ മാഡം മാഡം പ്ലീസ് മാഡം പ്ലീസ് മാഡം സോറി മാഡം പ്ലീസ് മാഡം ഇങ്ങനെ പറഞ്ഞ ആരാടാ വീഴാത്തെ? ദേഷ്യപ്പെടുമ്പോഴും ഷൗട്ട് ചെയ്യുമ്പോ പോലും ഒന്നും മിണ്ടാതെ, അപമാനിക്കുമ്പോഴും എന്റെ പെണ്ണല്ലെന്ന വിചാരത്തില് നിന്നെ പോലൊരുത്തന്റെ മുന്നിൽ ഏത് പെണ്ണാടാ വീണു പോവാത്ത? ഞാനും വീണുപോയി. ഇത് തലവിധി. പരിചയപ്പെട്ടപ്പോഴും ഉമ്മ തന്നപ്പോഴും അറിയായിരുന്നല്ലോ എന്നെ ഇഷ്ടമാണെന്ന്. എന്നിട്ട് ഞാൻ ആഗ്രഹിച്ചപ്പോ നിനക്കെന്നെ വേണ്ട, കാലുകൊണ്ട് തൊഴിച്ചറിഞ്ഞില്ലേ? നീ ഒന്നും പുറത്ത് കാണിച്ചില്ല. നീ ഒരു സെൽഫിഷ്. I mean it. You're a selfish rascal. വിജയ്, എനിക്കെന്നല്ല, ഏതൊരു ഭാര്യയ്ക്കും തന്റെ ഭർത്താവിന്റെ അമ്മയാകാൻ കഴിയില്ല. അമ്മ എന്നാൽ നേച്ചർ, പ്രകൃതി, ദൈവം. അമ്മ വരുന്ന പെണ്ണിനെ അമ്മയാക്കി മാറ്റാൻ ശ്രമിച്ചു നോക്ക്. ഗുഡ് ബൈ. സത്യോ? ഹാഫ് കൊണ്ടൊന്നും ആവില്ല. ബോട്ടിലെല്ലാം എടുത്തോ. ഞാൻ ഡാഡിയോട് എന്തെങ്കിലും കള്ളം പറഞ്ഞോളാം. മാഡം ഇപ്പോഴത്തെ ടോപ്പിക്ക് മതിയോ? പിന്നെ വേറെന്ത് ചെയ്യാനാ? നീയല്ലേ എല്ലാം നശിപ്പിച്ചു കളഞ്ഞത്. അതെ മാഡം. 1 മണിക്കൂർ കഴിഞ്ഞ അവളുടെ കല്യാണം. എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. ശരി, ഒരു ഐഡിയ പറയാം. എന്താ ചെയ്യാവോ? എന്താ പറയും മാഡം? വെറുതെ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഇത് ബെസ്റ്റ് ഐഡിയ ആണല്ലോ മാഡം. ഇനി ഞാൻ കാണിച്ചു തരാം ഈ വിജയ് ഗോവിന്ദ് ആരാണെന്ന്. നോക്കിക്കോ മാഡം, എല്ലാവർക്കും ഞാൻ കാണിച്ചു കൊടുക്കും. ഹലോ, ആ മേക്കപ്പ് ഒന്ന് നിർത്തി വയ്ക്ക്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് വേണമെങ്കിൽ പറയാം. ആ ഗോൾഡൊക്കെ എടുത്ത് ഭദ്രമായിട്ട് പെട്ടിയിൽ വെച്ച് പാക്ക് ചെയ്യാം. എന്താടാ മോനെ? ഈ കല്യാണം ഇവിടെ നടക്കില്ല. എന്തിനെത്ര സീരിയസ് ആയിട്ട് നോക്കണേ? നീ ഇങ്ങനെ നോക്കിയാൽ ഞാൻ വരയ്ക്കുന്ന കാലമൊക്കെ അങ്ങ് പോയി. അത് തന്നെ. നമസ്കാരം. ശരി. തിരുമേനി തൽക്കാലം മന്ത്രം നിർത്തിക്കേ. എന്ത് ചെയ്യാൻ പോടാ ഇവൻ? ആദ്യം നിങ്ങൾ അതൊന്ന് നിർത്തിക്കേ. അളിയൻ എഴുന്നേറ്റ് ഒന്നെനിക്ക് ഞാൻ പറയട്ടെ. വിജയ്, എന്താ എന്ത് പറ്റിയടാ? നീ മിണ്ടാതെ അവിടെ ഇരുന്നോളാം. അളിയ എനിക്ക് പറയട്ടെ. എടാ വിജയ്, എന്തു പറ്റിയടാ?
അച്ഛ ഒരു 5 മിനിറ്റ് സമാധാനത്തോടെ നിൽക്കാവോ പ്ലീസ്? എന്നെ രക്ഷിക്കണോ അളിയാ? അളിയ പ്ലീസ് എനിക്ക് വിജയ് എല്ലാരും നോക്കുന്നു. ഇത് വളരെ മോശമാ. എനിക്ക് നീ എന്തായി കാണിക്കുന്നത്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയുന്നത് കേൾക്ക്. ഇപ്പൊ യെസ് എന്ന് ഞാൻ എങ്ങനെ പറയുന്നത്? ഇതൊക്കെ കുറച്ചുകൂടെ നേരത്തെ നീ ആലോചിക്കണമായിരുന്നു. ഇത്ര സംസ്കാരമില്ലാത്തവരുമായിട്ടാണ് എനിക്ക് സമ്മതം ഉറപ്പിച്ചത്. എവിടെ പോവാടാ? ഇതിനെല്ലാം കാരണം ഇവർ ഒറ്റ ഭ്രാന്താണോ? ശ്രീധരത്തിന് വലിയൊരു പാവം ചെറുക്കനെ അളിയെ സഹായിക്കളിയ. ഗീത എനിക്ക് തരുമെന്നൊന്നും പറയാളിയ. വിജയ് വിജയ് നിന്റെ കല്യാണം ഹാപ്പി ആയിട്ട് നടക്കാൻ പോവല്ലേ? ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യടി. മാഡം എന്തായത് മാഡം ഇങ്ങനെ മിണ്ടായിരിക്കുന്ന എന്തിനാ മാഡം? അളിയ പ്ലീസ് അളിയ സമ്മതിക്കളിയ. ഗീത എനിക്ക് താളിയ. മാഡം നീയും കൂടി ഇത് പറയും മാഡം. എനിക്ക് മാത്രമല്ല നിനക്കൂല്ലേ റെസ്പോൺസിബിലിറ്റി? അളിയ പ്ലീസ് അളിയ ഗീത എനിക്ക് താളിയ. വിജയ് എണീക്ക് വിജയ് പ്ലീസ്. ഇല്ല അളിയ ഞാൻ എണീക്കില്ല അളിയ. ഗീത എനിക്ക് തരാന്ന് പറയുന്നത് ഞാൻ എണീക്കില്ല അളിയ. പ്ലീസ് അളിയ പ്ലീസ് അളിയ പ്ലീസ് 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 അളിയ പ്ലീസ് ഗീത പ്ലീസ്. താങ്ക് യു മാഡം. നാണമില്ലാത്തവൻ. നേരെ അങ്ങോട്ട് ചെല്ലും. അത്രയും പേരുടെ മുമ്പിൽ വെച്ച് പെട്ടെന്ന് കളി എന്റെ കാലിലേക്ക് വീണു. അവളെ തരാന്ന് പറയുന്നത് വരെ എണീക്കരുത്. ഇപ്പൊ ശരിയാക്കി തരാം. Arrest those criminals, especially this old lady. എന്താ പ്രശ്നം? ഡൗറി ഹറാസ്മെന്റ് കേസിൽ നിങ്ങളെല്ലാം അറസ്റ്റ് ചെയ്യാൻ പോവാ. ഡൗറി അങ്ങനൊന്നുമില്ലല്ലോ. എന്റെ പൊന്നമ്മാവ, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അറിയാതെ പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ അതൊക്കെ ഇപ്പൊ മണി പോലെ പുറത്തു കൊണ്ടുവരും. എവിടെയാ ചെറുക്കൻ? ബ്രദർ, നിയമത്തിന്റെ പിൻബലമുണ്ട്. കയ്യിലെങ്കിലും ഞാൻ ഒന്ന് പിടിച്ചോട്ടെ. 6 മാസത്തേക്ക് എന്റെ ദേഹത്തോട്ട് കൊന്നുകളെ ഞാൻ പറഞ്ഞേക്കാം. എന്താ ലാസ്റ്റ് മിനിറ്റ് ഒരു കാല് പിടിച്ചു സാറേ. എന്നിട്ട് അവരുടെ മനസ്സലിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ സ്ത്രീധനം തന്നില്ലെങ്കിൽ അവരുടെ മോളെ അവൻ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. ഒരുപാട് നിർബന്ധിച്ചു. അവന് തീരെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ അവന് വേറെ ഓപ്ഷൻ ഇല്ലാത്തോണ്ടാ ഇങ്ങനെ സംഭവിച്ചത്. ഇവരൊക്കെ. അതെ, എന്നാലും നിങ്ങൾ എന്തിനാ സംഭവിച്ചത്? എന്റെ പെണ്ണല്ലേ അവള്. പോയില്ലടാ. എവിടെടാ? ഞാൻ അവളുടെ കൂടെ ബസ്സിലാണ്. എടാ, ഈ സിനിമ ദിവസം കാണുന്നുണ്ടാ. പക്ഷെ നീ പറഞ്ഞ ആംഗിളും ആ ഒരു കൺസെപ്റ്റും ഞങ്ങൾക്ക് കിട്ടുന്നില്ലടാ. അതെ, നിന്നെ പോലെ വിവരമില്ലാത്തവർക്ക് അത് മനസ്സിലാവില്ല. എന്റെ ആവശ്യം കഴിഞ്ഞല്ലോ. ഇനി നിനക്ക് എന്തും പറയാലോ. Now Geeta is my wife. എടാ, എങ്കിൽ നീ അവൾക്കൊരു കിസ് കൊടു. തല്ലിയില്ലെങ്കിൽ എന്റെ പേര് രാമകൃഷ്ണൻ എന്നല്ല. ഫോൺ വെച്ച് വെറുതെ എന്റെ സ്വഭാവം മാറ്റില്ല. ഇനി നീ പോരാമോ? കണ്ണെത്തുന്നേ നിന്നെ കാണാനായി, കാരെത്തുന്നേ നിന്നെ കേൾക്കാനായി, ഒരു കാണാ ദൂരം ഒന്നിച്ചിടാനായി. കായാമ്പൂവേ എന്നോടെന്നും കൂടാമോ നീ ചെന്നെത്തും എന്റെ 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 അഴകേ. ഇനിയും പരിഭവമോ എന്നുമെന്നും എന്റെ നിഴലായി. ഇനി നീ പോരാമോ? പൂങ്കനവു നിറകണ മനസ്സേ, പൂവഴകു വിരികണു ಋಷಸೇ, പൂമണികൾ ഇളകണ കൊലുസേ, നീരസമകലുമോ నీ కనుల మెరుపుల వరస, రేపినది వయసున రభస, నా చిలిపి కలలకు